AICC ആസ്ഥാനത്തെ വന്ദേമാതര വിവാദത്തിൽ നടപടികളിലേക്ക് കടന്ന് കോൺഗ്രസ് സേവാദൾ അധ്യക്ഷന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. ഇന്നലെ നൽകിയ വാക്കാൽ വിശദീകരണം തള്ളിയാണ് KC വേണുഗോപാലിന്റെ നടപടി. AICC ആസ്ഥാനത്തുണ്ടായത് ആശയവിനിമയത്തിന്റെ പ്രശ്നമാണെന്നും വന്ദേമാതരത്തെ BJP രാഷ്ട്രീയ ആയുധമാക്കുകയാണെന്നും KC വേണുഗോപാൽ പറഞ്ഞു. സോണിയാഗാന്ധി ലക്ഷ്യമിട്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ രംഗത്ത് വന്നു. സോണിയാഗാന്ധിയുടെ രാജ്യം പൊറുക്കില്ല, വന്ദേമാതര ആലാപനം പാതി പിന്നിട്ടപ്പോൾ നിർത്താൻ ആവശ്യപ്പെട്ട സോണിയ ദേശീയ ഗീതത്തെ അപമാനിച്ചുവെന്നും അമിത്ഷാ കുറ്റപ്പെടുത്തി. सोनिया जी ने कांग्रेस अध्यक्ष को गान रोकने का कहा। हम सब टीवी पर देखते रहे। 80 साल के बाद बंकिम बाबू का ये अमर मंत्र अमर गान जब फिर से सम्मान प्राप्त कर रहा है, वो भी सोनिया जी को राज नहीं आता है। सोनिया जी 140 करोड़ की जनता आपको देख रही है। आपके द्वारा किया गया ये पाप इस देश की जनता कभी माफ नहीं करेगी, कभी माफ नहीं करेगी. അതേസമയം കേരള സർക്കാർ വന്ദേമാതരം ഒഴിവാക്കിയത് ദേശീയ തലത്തിൽ വിവാദമാക്കുകയാണ് BJP. സോണിയാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും നിർദ്ദേശമാണ് കേരളത്തിൽ നടപ്പാക്കിയതെന്ന് BJP വക്താവ് പ്രദീപ് ഭണ്ഡാരി ആരോപിച്ചു. कि जब ऑडियो राहुल गांधी का सामने आ गया जिसमें ये स्पष्ट है कि उन्होंने कहा कि वी डू नॉट वांट टू सिंग वंदे मातरम, क्या इससे ये क्लियर नहीं होता? और जब ये क्लियर हो गया कि केरला की कांग्रेस की सरकार ने भी वंदे मातरम के ऑफिशियल इवेंट को स्किप किया, क्या इससे क्लियर नहीं होता कि जितने भी कांग्रेस पार्टी पे आरोप लगते थे कि वो उसके आयोटा में नेशनलिज्म और पेट्रियोटिज्म नहीं है, क्या वो सही नहीं साबित होते हैं? അതിനിടെ AICC ആസ്ഥാനത്തുണ്ടായ സംഭവ വികാസങ്ങളിൽ പ്രതിഷേധം അറിയിച്ച് ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ പിന്തുടർച്ചക്കാരനും BJP MLAയുമായ സുമിത്രോജ് ചാറ്റർജിയും രംഗത്ത് വന്നു. ശരത്ലാൽ ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്നും വിശദാംശങ്ങളുമായി. ശരത്ത്, ഈ AICC ആസ്ഥാനത്തുണ്ടായ വന്ദേമാതര വിവാദം അത് BJP വലിയ രാഷ്ട്രീയ ആയുധമാക്കി മാറ്റിക്കഴിഞ്ഞു, നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ. മറുവശത്ത് കോൺഗ്രസ് ആണെങ്കിൽ അവരുടേതായ രീതികളിൽ നടപടി തുടങ്ങിക്കഴിഞ്ഞു. പ്രത്യേകിച്ച് തങ്ങളുടെ ഈ വന്ദേമാതര വിഷയത്തിൽ തങ്ങളുടെ നിലപാടിനെ തന്നെ ദേശീയ തലത്തിൽ ചോദ്യം ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ അവരുടേതായ നടപടികളിലേക്ക് കോൺഗ്രസ് കടന്നിരിക്കുകയാണ്. ഇപ്പോൾ അമിത്ഷാ അടക്കമുള്ളവർ കൂടുതൽ ആരോപണങ്ങളുമായി രംഗത്ത് വരികയും ചെയ്യുന്നുണ്ട് സോണിയാഗാന്ധിക്കെതിരെ അടക്കം. ഗുഡ് ആഫ്റ്റർനൂൺ അരുണ്യ. അതുതന്നെയാണ് വളരെ പ്രധാനമാണ്. ഈ CJP പ്രക്ഷോഭത്തിന് ശേഷം BJP വീണുകിട്ടിയ ഒരു കാര്യം അല്ലെ, വീണുകിട്ടിയ ഒരു വടിതാണ് കോൺഗ്രസിനെ അടിക്കാൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം വന്ദേമാതര വിവാദം ആ രീതിയിലാണ് BJP വളർത്തുന്നത്. ഇന്നലെ തന്നെ BJP ഇക്കാര്യത്തിൽ അതിൻ്റെ സൂചനകൾ നൽകിയിരുന്നു. കോൺഗ്രസ് ആവട്ടെ പതറിപ്പോയ ഒരു അവസ്ഥ എന്ന് വേണം പറയാൻ. കാരണം തങ്ങളെ ആസ്ഥാനത്ത് സ്വാതന്ത്ര്യദിനം 80ാം വാർഷികം ആഘോഷിക്കുമ്പോൾ നമ്മൾ ആസ്ഥാനത്ത് നടന്ന ഇത്തരം ചടങ്ങിൽ തന്നെ വന്ദേമാതരത്തിൻ്റെ പൂർണ്ണരൂപം ആലപിക്കുകയും നിലവിലുള്ള കോൺഗ്രസിൻ്റെ നിലപാടിന് വിരുദ്ധമായി അത്ര ആലാപനം നടക്കുകയും ആലാപനം തടയാൻ സോണിയാഗാന്ധി അതുപോലെ തന്നെ മല്ലികാർജ്ജുന ഖാർഗെ ശ്രമിക്കുകയും ചെയ്തതൊക്കെ തന്നെ രാജ്യം സാക്ഷ്യം വഹിച്ചതാണ്. ഈ സാഹചര്യത്തിലാണ് BJP ഇതൊരു വിഷയമാക്കി ഉയർത്തുന്നത്. ആദ്യം ഈ കാര്യത്തിൽ തുടക്കമിട്ടത് BJP വക്താവ് RP സിംഗ് ആണ്. രാഹുൽ ഗാന്ധിയുടെ ഇത് ഓഡിയോ ക്ലിപ്പിംഗ് പുറത്തുവിട്ടാണ് ഇന്ന് രാവിലെ തന്നെ ഇത് രാഷ്ട്രീയ വിഷയമായി RP സിംഗ് ഉയർത്തി. പിന്നെ പ്രദീപ് ഭണ്ഡാരി കേരളത്തിൽ ഇത് സംബന്ധിച്ച വന്ദേമാതരം പാടാത്തത് ദേശീയ വിഷയമായി. അതിനുശേഷമാണ് ചിത്തകൂർഗിൽ വളരെ വലിയ ഒരു പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് അമിത്ഷാ സോണിയാഗാന്ധിക്കെതിരെ പരസ്യമായി രംഗത്ത് വന്നത്. സോണിയാഗാന്ധി മാപ്പർവിക്കുന്നില്ല. കാരണം അത് സോണിയാഗാന്ധി ഇടപെട്ട ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ഒരു സ്വാതന്ത്ര്യ സമരത്തിലൊരു ഗീതത്തെ പാതി വഴിയിൽ നിർത്താൻ ശ്രമിച്ചു. ആലപിക്കുമ്പോൾ പാതിയിൽ നിർത്താൻ ശ്രമിച്ചു. അത് വലിയൊരു തെറ്റാണ്. അത് ഇന്ത്യൻ ജനത മാപ്പ് നൽകില്ല. ഇത്തരമുള്ള രൂക്ഷമായ വിമർശനമാണ് അമിത്ഷാ നടത്തിയത്. ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ വരുന്ന ആളുകൾ ഇത് വലിയൊരു വിഷയമായി ഉയർത്താൻ തന്നെയാണ് BJP തീരുമാനിച്ചിരിക്കുന്നത് എന്നത് വ്യക്തമാകും. മറുഭാഗത്ത് കോൺഗ്രസ് ആവട്ടെ AICC ആസ്ഥാനത്ത് നടന്ന പ്രശ്നത്തിൽ അതിൽ സേവാദളാണ് ഇതിന് ചടങ്ങ് നടത്തിയത്. സേവാദളിൻ്റെ അധ്യക്ഷൻ ശ്രീനിവാസ്, പഴയ യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ അധ്യക്ഷൻ, അദ്ദേഹത്തിനെതിരെ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. അത് പൂർണ്ണസമയ ചുമതലക്കാരനായിരുന്നു സേവാദൾ പ്രസിഡന്റ്. അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു.
അവിടെ വെച്ച് തന്നെ രാഹുൽ ഗാന്ധി അദ്ദേഹത്തോട് ഇതിൽ തൻ്റെ അനിഷ്ടം പ്രകടിപ്പിച്ചു. പിന്നീട് മല്ലികാർജ്ജുനെ അദ്ദേഹത്തിൻ്റെ വസതിയിൽ വിളിച്ച് രാജാജി നഗറിലെ 10-ാം നമ്പർ വസതിയിൽ വിളിച്ച് ഇന്നലെ വൈകിട്ട് ഇദ്ദേഹത്തിന് വിസ്തീർണം കേട്ടിരുന്നു. ഈ വിസ്തീർണങ്ങളൊന്നും ഇപ്പോൾ മുഖവിലേക്ക് എടുക്കുന്നില്ല, നടപടി തന്നെ പോകണമെന്നുള്ള രീതിയിലാണ് രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും. അതുകൊണ്ട് തന്നെ ഷോക്കോസ് നോട്ടീസ് ശ്രീനിവാസന് നൽകിയിട്ടുണ്ട്. അദ്ദേഹത്തിനെതിരെ കൂടുതൽ നടപടികൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് സൂചന. ഏതായാലും ഈ വിഷയം താഴോട്ട് രാഷ്ട്രീയവൽക്കരിക്കുന്നു എന്ന രീതിയിൽ ഒരു പ്രചരണം നടത്തി പിടിച്ചു നിർത്താനാണ് എന്തായാലും കോൺഗ്രസ് ACC ആസ്ഥാനത്തെ വന്ദേ മാതര വിവാദത്തിൽ കൂടുതൽ ആരോപണങ്ങൾ കടുപ്പിക്കുകയാണ് BJP. ശരത്ലാലാണ് വിശദാംശങ്ങൾ നൽകിയത്.